കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരൂര് പ്രിയ ശ്രീനിവാസൻ സഹോദരൻ താമസിക്കുന്ന ഭവനത്തിൽ ഒരു ആത്മീയ കൂട്ടായ്മയായിട്ട് കടന്നു വരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോട് സ്തോത്രം. ചില നാളുകൾ പ്രാർത്ഥിച്ചു, ഇവിടെ ഇങ്ങനെ വരണമെന്നുള്ളതൊരു ദൈവഹിതമാണെന്ന് മനസ്സിലായി. അങ്ങനെ കടന്നു വരുവാൻ കർത്താവ് കരുണ ചെയ്തു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം പുതിയ നിയമസഭയുടെ ഉപദേശമാണ്. അതിന്ന് സഭകൾ, ഏറെയും സഭകൾ അത് മാറ്റി നിർത്തിയിരിക്കുക. അപ്പോസ്തല ഉപദേശവും സങ്കീർത്തനവും ന്യായപ്രമാണം എല്ലാം വിട്ട് കൂട്ടിക്കുഴച്ച് അത് ആ ഉപദേശത്തിന്റെ മഹത്വം നശിപ്പിച്ച് ആ തിരുവചന സത്യങ്ങളുടെ പൊരുളുകൾ വേണ്ട രീതിയിൽ ജനത്തിന് പകർന്നു കൊടുക്കാതെ, അതിൻ്റെ മർമ്മങ്ങൾ ജനത്തെ ഗ്രഹിപ്പിക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രൈസ്തവ സമൂഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ വേദനയോടെ, വളരെ ദുഃഖത്തോടെ ഞാനത് പറയുക. കാരണം പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായമാണ്. അത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ കർത്താവിൻ്റെ ശിഷ്യന്മാരായ, കൂടെ നടന്ന ശിഷ്യന്മാരും അല്ലാത്ത ശിഷ്യന്മാരുമായ 120 പേരോളം ഇരുന്ന മർക്കോസിന്റെ മാളിക മുറിയിൽ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകർന്നു കൊടുത്തു. ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടുകൂടി, ആത്മശക്തിയോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട് 3000 പേര് മുൻപോട്ട് വന്നു. 10-16 ദേശക്കാരോളം ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആ പ്രവൃത്തി പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊരു മെഷർമെന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. ഒത്തിരി പേരവിടെ കൂടി വന്നു. 14ഓളം ദേശനിവാസികൾ, ഗലീലക്കാര്, പിന്നെ ഏദോമ്യര്, പർത്യര്, മേദ്യര്, മെസൊപ്പൊത്താമ്യക്കാര്, യഹൂദ ദേശത്തിലുള്ളവർ, കപ്പദോക്യയിലും പന്തോസിലും ആസിയയിലും പ്രഭുല്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനൊക്കെ ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും റോമയിലും ഉള്ളതായ അറബികൾ വരെ ഉണ്ട്, ക്രേത്യരും അറബിക്കാരുമായ. അപ്പൊ അങ്ങനെ അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്: ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ദേശക്കാർ വന്നവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ അവർക്ക് അത് മനസ്സിലായി, ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ശ്രദ്ധിക്കണേ, പ്രവൃത്തി 2:11, ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഇന്ന് അന്യഭാഷ പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതൊരു വിമർശനത്തിന് കാരണമാക്കി എടുക്കുന്നില്ല. എന്നാൽ പത്രോസും കൂട്ടരും സംസാരിച്ച അന്യഭാഷകൾ അവിടെ കൂടി വന്നുള്ള ഭാഷകളായിരുന്നു. അത് അവർക്ക് മനസ്സിലായി. ഇന്ന് ഈ അന്യഭാഷ സംസാരിക്കുന്നത് ഏറെയും അന്യായ ഭാഷയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ലെന്ന് വാദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പ്രിയമുള്ളവരെ, പുതിയ നിയമസഭയുടെ ആവിർഭാവം 2-ാം അധ്യായമാണ് പ്രവൃത്തി പുസ്തകം. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഇന്ന് ഹൃദയത്തിൽ കുത്തുകൊണ്ട് കഴിയുമ്പോൾ തിരിഞ്ഞു കുത്തുക ചെയ്യുന്നത്. അതാ ഇന്നത്തെ പ്രത്യേകത.
അന്ന് പിന്നെ അവർ ആത്മാവിൽ നിറഞ്ഞ പ്രസംഗിച്ചത്, ഇന്ന് പിന്നെ ബുദ്ധി കൊണ്ടാക്കിയ പ്രസംഗം. അതുകൊണ്ടൊക്കെ ഏറെ സംഭവിക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വചനത്തിലേക്ക് വരുന്നു. പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് 3000 പേര്, ഞാൻ ആ ഭാഗം അങ്ങ് വായിക്കാം, 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പ്രവൃത്തി 2:42. അതാണ് കുറുവാക്യമായിട്ട് പ്രസംഗിക്കാൻ ശുശ്രൂഷിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചപ്പോൾ. ശ്രദ്ധിക്കണേ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചപ്പോൾ. ആര്? പത്രോസിന്റെ പ്രസംഗത്താൽ രക്ഷിക്കപ്പെട്ടു വന്ന 3000 പേർ. അവരാണ് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് ക്രൈസ്തവ സമൂഹം ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു 2 മെസ്സേജുകൾ കണ്ടു. യഥാർത്ഥ ക്രിസ്ത്യാനികൾ എവിടെയാ, യഥാർത്ഥ കൂട്ടായ്മ ഏതാ, യഥാർത്ഥ സഭ ഏതാ എന്നൊക്കെ പലരും വിവാദ വിഷയങ്ങളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. എന്നാൽ അതിനൊരു മറുപടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പുതിയ നിയമസഭയാ, യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭ, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാനുള്ള സഭ, അല്ലെങ്കിൽ കന്യകയാകിയ സഭ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭ. ഈ 3 പഠനങ്ങൾ ലേഖനങ്ങളിൽ പൗലോസ് മനോഹരമായ നിലയിൽ പഠിപ്പിക്കുന്നു. അതൊന്നും പഠിക്കാനും പ്രസംഗിക്കാനും കൃപയാൽ ഇന്നത്തെ പാസ്റ്റർമാർക്കോ ആത്മീയ ഗോളത്തിനോ കഴിയുന്നില്ല എന്ന് ഓർക്കുമ്പോൾ വലിയ വേദനയുണ്ട് ഹൃദയത്തിൽ. ഞങ്ങളൊക്കെ ഇത് 10-25 വർഷം പെന്തക്കോസ്തുകാരായിട്ട് നടന്നിട്ട് ഇതൊന്നും ഗ്രഹിക്കാതെ പോയൊരു അജ്ഞാത കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടമായി പോയി. അതിനുശേഷം പിതാക്കന്മാരായ വയോവൃദ്ധന്മാരായ മനുഷ്യരിൽ നിന്നാണ് ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ ഇടയാക്കുന്നത്. അന്ന് തോന്നിയ വലിയ സന്തോഷമായി. അന്ന് മുതൽ ഞാനും ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നാം പുതിയ നിയമസഭയാണ്. ഈ പഴയ നിയമസഭയെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയത്തില്ല. പഴയ നിയമസഭയെ കുറിച്ച് പറയുന്ന പദപ്രയോഗം എന്താണെന്നറിയാമോ? ഹലോ, അറിയോ പഴയ നിയമസഭയെ കുറിച്ച് പറയുന്ന വേദപുസ്തകത്തില്? അറിയില്ല. നിങ്ങൾക്കെന്നല്ല ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. പഴയ നിയമസഭയെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് ആ ദുഷ്ടസഭ. എന്തോ ദുഷ്ടസഭ. 2 ഭാഗത്ത് അത് പറയുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. രണ്ടാമത് ആ സംഖ്യ 14-ലെ 35-ാം വാക്യത്തിൽ, എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. സംഖ്യാപുസ്തകം 14-ന്റെ 26, 27, 35. ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് സംഭവിക്കുകയും ചെയ്യും. നമ്മൾ ഈ സഭയിൽപ്പെട്ടവരല്ല. ഞാൻ ഈ സഹോദരനെടുക്ക വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പുതിയ നിയമ അപ്പോസ്തല ഉപദേശത്തിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് വചനത്തിലൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന്. അതാ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിലും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളിത് കേൾക്കുന്നത്. ഈ പഠനങ്ങൾ അതിൻ്റെതായ നിലയിൽ ആരും പഠിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ചുരുക്കം ചിലരെയൊക്കെ പറയുന്നുണ്ട്, ചെറിയ ശേഷിപ്പ് അക്കൂട്ടത്തിൽപ്പെട്ടാൽ ഞാൻ.
പഴയ നിയമസഭ ദുഷ്ടസഭ, ദൈവം അവരെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമസഭ ദുഷ്ടസഭയല്ല, യേശു ക്രിസ്തുവിന്റെ ശരീരമാം സഭ. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനത് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 18-ാം വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകും. അപ്പൊ സഭ ക്രിസ്തുവിന്റെ ശരീരം, തല ക്രിസ്തു. പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ ശരീരം, തല ക്രിസ്തു. തലയായ ക്രിസ്തുവിന്റെ ശരീരമാം സഭയാണ് പുതിയ നിയമസഭ. ഇത് ദുഷ്ടസഭയല്ല. ഈ സഭയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കും. ഈ ഒരു തിരിച്ചറിവ് വാത്സല്യ ദൈവമക്കൾക്കും ശുശ്രൂഷകന്മാർക്കും ഉണ്ടായിരിക്കണം. ഇനി പുതിയ നിയമസഭ നമ്മളാണെങ്കിൽ ആ പുതിയ നിയമസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണം ഉണ്ടല്ലോ, അല്ലേ? ഉണ്ടോ ഇല്ലയോ? പഴയ നിയമസഭയാണെങ്കിൽ പഴയ നിയമസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണം ഉണ്ടല്ലോ. അത് മോശയിക പ്രമാണം, ന്യായ പ്രമാണം. പുതിയ നിയമസഭയ്ക്ക് ഉള്ള പ്രമാണം ഗലാത്യർ 6:2, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചോപ്പി ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായപ്രമാണവും മോശയുടെ ന്യായപ്രമാണവും എന്നുള്ള 2 പഠനങ്ങൾ സത്യവേദ പുസ്തകത്തിൽ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ തരംതിരിച്ച് പഠിക്കണം. എനിക്കൊരു പാർശ്വം ഉണ്ടായിരുന്നു പണ്ട്. എൻ്റെ പുള്ളിയുടെ ശിഷ്യനായിരുന്നു, ദീർഘവർഷങ്ങൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ പുള്ളി പ്രസംഗിക്കാനായിട്ട് ഒരു വാക്യം എടുക്കുന്നത്, വേദപുസ്തകം നിങ്ങൾ നോക്കി നടുവ് എങ്ങനെ അങ്ങ് പെടുന്നു കഴിഞ്ഞിട്ട് 109-ാം സങ്കീർത്തനം കിട്ടിയെന്ന് വെച്ചോ, പുള്ളി എങ്ങനെ പ്രസംഗിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. 109-ാം സങ്കീർത്തനമാണ് കിട്ടിയത്, എങ്ങനെ പ്രസംഗിക്കും പുള്ളി? പ്രസംഗിക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിന്റെ ഒരു ശക്തമായ ഒരു ചിത്രമാണ് ഈ 109-ാം സങ്കീർത്തനത്തിൽ കിടക്കുന്നത്. ഞാൻ വേണമെങ്കിൽ വായിക്കാം. 109-ാം സങ്കീർത്തനം 4, 5, 6, 7, 8, 9, 10, 11, 12 വാക്യങ്ങൾ. എന്റെ സ്നേഹത്തിന് പകരം ഞാൻ വൈര്യം കാണിച്ചിരിക്കുന്നു, ഞാനോ എന്റെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവരുടെ മേലും ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലത്തുഭാഗത്ത് നിൽക്കട്ടെ. അവരെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെ തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കുകയും തങ്ങളുടെ സൂര്യഭവനങ്ങളെ വിട്ട് ഇരന്നടക്കുകയും ചെയ്യട്ടെ. കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ. അന്യജാതിക്കാർ അവന്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ. അവനോട് ദയ കാണിപ്പാൻ ആരും ഉണ്ടാകരുതേ. അവന്റെ അനാഥരോട് ആരും കൃപ തോന്നരുതേ. അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ. ഇനി ഞാൻ ബാക്കി വായിക്കുന്നില്ല. അവൻ ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലുകളും ചൊൽത്തുകളും ചൊല്ലുകളും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് നിൽക്കുക. ഇന്നത്തെ പെന്തോക്കോ സമൂഹം ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. നിങ്ങളുടെ കാല് പിടിച്ച് അഭ്യർത്ഥിക്കുക, വേണമെങ്കിൽ അത്രത്തോളം ഞാനങ്ങ് താഴാം. എന്നാൽ പുതിയ നിയമ പ്രമാണം ശത്രുക്കളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസം കൂടി എനിക്കൊരു സഹോദരനോട് ഇച്ചിരി നീരസമുണ്ടായി. പുള്ളിക്ക് എന്നോട് അതിലും വലിയ നീരസം. ഇതൊന്ന് മാറ്റണമല്ലോ. 1-2 പ്രാവശ്യം ഞാൻ പോയി പറഞ്ഞതാ. പുള്ളി വീട്ടിലില്ലായിരുന്നു. പറഞ്ഞിട്ടൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല. നേരിട്ട് കണ്ടു പറയണമെന്ന് പറഞ്ഞു. നേരിട്ട് തന്നെ കണ്ടു പറയാം. ഞാൻ അത്രയ്ക്ക് അങ്ങ് താഴാനിടയായി. ഞാനങ്ങ് താണു കൊടുക്കാന്നേ. ഞാൻ ചെയ്തിട്ട് ഒരു സഹോദര, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കണം. എൻ്റെ വാക്ക്, പ്രവൃത്തി, സംസാരം, ഇടപാടിൽ അന്ന് പോയതല്ല. കർത്താവ് ക്ഷമിക്കും. ഞാൻ ക്ഷമിക്കുക. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പുള്ളിയും പിന്നോട്ട് പറയും ഞാൻ ക്ഷമിച്ചു, സാറില്ല. അങ്ങനെയാണ് സന്തോഷമായിട്ട് പിടിച്ചു. കാരണം എന്താണെന്നറിയാമോ?
ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. എനിക്കറിയാം ഇന്ന് പുതിയ നിയമസഭ എന്ന് പറയുന്ന സംഘടനാ സഭകളിൽ എത്രയോ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിപ്പുണ്ട്, ഇല്ലേ? എത്രയോ പേര് പരസ്പരം മുഖത്തോട് നോക്കാത്തവരുണ്ട്. എത്ര പേര് മേശ എടുക്കുമ്പോൾ വിശുദ്ധ ചുംബനം ഒരു നാമമാത്രമായ നിലയിൽ ചെയ്യാറുണ്ട്. എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടാതിരിപ്പുണ്ട്. എത്രയോ പേർ വഴക്കിട്ടിരിക്കുന്നു. എത്രയോ പേർ ക്രമീകരണം പ്രാപിക്കാതെ മേശയെടുക്കുന്നു. എത്രയോ പേര് പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് കർത്താവ് യഹൂദനോട് പറഞ്ഞത്, നീ ആരാധിക്കാൻ പോകുമ്പോ നിന്റെ ആരാധനാ വസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് ഒന്നാമത് ഈ സഹോദരനോട് നിരന്നു കൊള്ളുക, നിരക്കാനുണ്ടെങ്കിൽ നിരന്നു കൊള്ളുക, എന്നിട്ട് വന്ന് യാഗം അർപ്പിക്കുക. അത് അവനോട് പറഞ്ഞതാ, നമ്മളോട് പറഞ്ഞ വേറെ നിലയില്ല. അതുപോലെ നമുക്ക് ചെയ്യാം. നിരപ്പുറവച്ച് തന്നെ നമ്മളും ചെയ്യേണ്ടത്. എത്ര പേരത് ചെയ്യുന്നുണ്ട്? എനിക്കറിയാം, എണ്ണി എണ്ണി പറയാനായിട്ട് എനിക്ക് ഒത്തിരി വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ് നിങ്ങളുടെ മുൻപിൽ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ദൈവവചനത്തിന്റെ സനാതന സത്യം നിങ്ങളോട് തുറന്നു പറയുക. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് നമ്മൾ ന്യായപ്രമാണത്തിന്റെ വ്യക്താക്കളല്ലെന്നുള്ളൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ ശരിക്കും വീഴണം. അതിനാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ്. റോമർ 3:19 എടുത്തൊന്ന് പെട്ടെന്ന് വായിച്ചേ. റോമർ 3:19 എടുത്ത് വായിച്ചേ. ഹല്ലേലൂയ. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ്. അത് നമ്മളാണോ? അതാ എന്റെ ചോദ്യം. നമുക്ക് ന്യായപ്രമാണം കിട്ടിയോ? നമുക്ക് ന്യായപ്രമാണം തന്നോ? അത് വായിച്ചിട്ട് എഴുതിയത്. 3:19 ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണോ? നമ്മുടെ പിതാക്കന്മാർ യഹൂദന്മാരാണോ? നമ്മുടെ കുടുംബത്തിലെ പിതാക്കന്മാര് പലരും യഹൂദന്മാരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പണ്ടൊരു പാസ്റ്റർ വന്ന് പ്രസംഗിച്ചു എറണാകുളം പട്ടണത്തില്. ഞാൻ ആ പ്രസംഗത്തിലുണ്ട്. ആരാണ്ടൊക്കെ പറഞ്ഞു ഈ പാസ്റ്റർ ജാതിയിൽപ്പെട്ടവനാണെന്ന്. ധാരണ ജാതിക്കാരാണ്. എങ്ങനെയോ പുള്ളി അത് കേട്ടു. 3-4 ദിവസത്തെ മീറ്റിംഗാ. പാസ്റ്റർ ഇങ്ങനെ വിഷയം കൊടുത്തു. പുള്ളി മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് പുള്ളി അവർക്ക് നല്ലൊരു മറുപടി കൊടുത്തു. ഞാനൊരു ജാതിയിൽപ്പെട്ടവനാണ് എന്നിവിടെ ആരോ പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു. ഞാൻ ജാതിയിൽപ്പെട്ടവനാ, ഞാൻ യവനായനാ, ജാതിക്കാരനാ. യഹൂദന്മാരിൽ നിന്ന് പരിച്ഛേദന കഴിച്ച് ക്രിസ്ത്യാനികളായി തീർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം, യോഗം കഴിയുമ്പോൾ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. പുള്ളി പറഞ്ഞ ആരും നിന്നില്ല. ഈ അറിവില്ലാതെയും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ നിങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളെ. അറിവില്ലാതെ നമ്മൾ വേദപുസ്തകത്തെ കുറിച്ചൊരു, എനിക്ക് വേദപുസ്തകത്തെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ഒരു ചെറിയ അറിവേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്തോരം വേദപുസ്തകം പഠിക്കാൻ കിടക്കുന്നു, ഇനി എന്തോരം തിരുവേദ സത്യങ്ങൾ ഗ്രഹിക്കാൻ കിടക്കുന്നു, പ്രാവചനിക പുസ്തകങ്ങൾ എന്തെല്ലാം നമ്മൾ പഠിക്കാൻ കിടക്കുന്നു, ഗ്രഹിക്കാൻ കഴിയുന്നു. പൗലോസ് പറഞ്ഞതുപോലെ പ്രയോജനമുള്ളത് ഒരല്പ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് കർത്താവിന്റെ മുന്നിൽ ജനത്തെ ഒരുക്കുന്നു. ബസ് തീർന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമ്മൾ സത്യവേദ പുസ്തകം വായിച്ചു പഠിക്കണം. രണ്ടാമത് വചനം പഠിച്ചവരിൽ നിന്ന് ഒരു ശിഷ്യത്വം സ്വീകരിച്ച് ഒരു നല്ല ഗുരുവിൽ നിന്നുള്ള ശിഷ്യത്വം നമുക്കുണ്ടാകണം. ഇത് രണ്ടുമില്ലെങ്കിൽ വലിയ അപകടമാണ്. കാരണം പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഏകദേശം 12ഓളം ശിഷ്യന്മാര് ഈ ലോകം മുഴുവൻ പോയി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളാണ്. ഗുണമില്ലാത്ത ക്രിസ്ത്യാനികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഞാൻ പറയുക, അപ്പൊ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ ഉണ്ടായി. 12 അപ്പോസ്തലന്മാരും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി പ്രസംഗിച്ചു. ഇവിടെ വന്നത് ആരാ? ഇന്ത്യയില് തോമാസ് ലീഗ വന്നെന്നൊക്കെ ചരിത്രം പറയുന്നു, ചരിത്രത്തിലുണ്ടെന്നും പറയുന്നു. ഞാൻ എതിർക്കുന്നില്ല. ഓക്കെ, ആ തോമാസിന്റെ ആൾക്കാർക്ക് ദൈവമായിട്ട് ബന്ധമില്ലാത്തവരാണല്ലോ ഇപ്പൊ. തോമാസ് ലീഗ ചർച്ച എന്നും പറഞ്ഞു ചർച്ച ഉണ്ടാക്കിയോടൊക്കെ.
കത്തോലിക്കരൊക്കെ തോമസ് ലീഗയെ വാഴ്ത്തപ്പെട്ടവനായി വാഴ്ത്തി പ്രഖ്യാപിച്ച് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. എവർക്കൊന്നും തോമസ് പറഞ്ഞ സുവിശേഷമായിട്ട് ഒരു നഖശിക ഒരു ബന്ധം പോലും ഇല്ലെന്നുള്ളതാണ് ദുഃഖകരം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് സവിസ്താരമായി പറയാനുള്ള സമയമില്ലെങ്കിൽ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ആരാണ്? പുതിയ നിയമസഭയിൽപ്പെട്ടവർ. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ. നമ്മൾ ആരാണെന്ന് എഫെസ്യർ 2:17 മുതൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ഇത് വളരെ ഗഹനമായൊരു വിഷയം, കവിവാചകം പോലെ ഞാൻ പറഞ്ഞു പോവുക. എഫെസ്യർ 2 എടുത്തില്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും. എഫെസ്യർ ലേഖനം 2:2 വാക്യം. മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പൊ ആർക്ക് അധിപതിയായിരുന്നു? നമ്മള് ദുഷ്ട പിശാചിന്റെ അടിമമുഖത്തിൽ കിടന്നവരാണ് ജാതികൾ. അടുത്ത വായിച്ചാട്ടെ ഒരു വാക്യം. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇനി അവിടെ നിൽക്കട്ടെ, 11-12 കൂടി വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ആമേൻ. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അടുത്ത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇനി എഫെസ്യർ 4:17 കൊണ്ട് വായിച്ചേ. ആകയാൽ ഞാൻ കർത്താവിനെ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോട് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എത്ര വാക്യം വായിച്ചു? 19 വായിച്ചു. ഇതാണ് ജാതികളുടെ ചിത്രം. നമ്മുടെ സ്വഭാവവും നമ്മുടെ ഗുണങ്ങളുമാണ് ഇവിടെ എടുത്ത് പറഞ്ഞേക്കുന്നത്. ഗുണവുമില്ല, സാത്താന്റെ സ്വഭാവത്തിന്റെ അടിമകളായിരുന്നു നമ്മള്. എഫെസ്യർ 2:2 അങ്ങനെ ആയിരുന്നല്ലോ. നമ്മൾ സാത്താന്റെ അടിമത്വത്തിൽ കിടന്നവരായിരുന്നല്ലേ എഴുതിയിരുന്നത്. വ്യർത്ഥ ബുദ്ധിയുള്ളവർ, അന്ധബുദ്ധികൾ, അജ്ഞാനികൾ, ഹൃദയകാഠിന്യമുള്ളവർ, ദൈവത്തിന്റെ ജീവനിൽ നകന്ന് മനം തഴപ്പിച്ചു പോയവർ, അത്യാഗ്രഹികൾ, സകല അശുദ്ധിക്ക് പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവർ. 6-7 കൂട്ടം കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ മഹത്വം. ആ നമ്മെ എഫെസ്യർ 2 വാ, തിരിഞ്ഞ് എഫെസ്യർ 2 തിരിഞ്ഞു വാ. 2:1 വാക്യം ഒന്ന് വായിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ നമ്മൾ പാപത്തിൽ മരിച്ചു കിടന്നവരാ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു. ഇനി 5-ാം വാക്യം 2:5. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. ജാതികളാകുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗീയമായ അനുഭവത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുക. ദൈവരാജ്യം, ഭക്ഷണം, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം. അപ്പൊ ജാതികളാകുന്ന നമ്മെ, പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മെ, പിശാചിന്റെ അടിമത്വത്തിൽ കിടന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. സ്വർഗീയമായ അനുഭവത്തിൽ ഇരുത്തിയിരിക്കുക. ഇന്നത്തെ പെന്തക്കോസ്തുകാരൊക്കെ അങ്ങനെയാണോ?
ഈ ജാതികളായി കിടന്നവർ മുഴുവൻ ഇപ്പൊ ജാതികളെ പോലെയല്ലേ ജീവിക്കുന്നത്. ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം എന്നുണ്ടെങ്കിൽ ലോകത്തിലെ സ്നേഹിതന്മാരല്ലേ അവര്. ലോകത്തിലെ സ്നേഹിതൻ ദൈവത്തിന്റെ ശത്രു എന്നല്ലേ പുസ്തകം പഠിപ്പിക്കുന്നേ. ലോക മനുഷ്യൻ നടക്കുന്നത് പോലെ, ലോക മനുഷ്യൻ വസ്ത്രം ഇടുന്നത് പോലെ, ലോക മനുഷ്യൻ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ, ലോക മനുഷ്യൻ ജീവിക്കുന്നത് പോലെ, ലോക മനുഷ്യൻ പണം സമ്പാദിക്കുന്നത് പോലെ, ലോക മനുഷ്യൻ സുഖലോലുപനായി സുഖിച്ച് എന്താ പറയാ ആനന്ദിച്ച് ആറാടുന്നത് പോലെ ഇന്ന് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എനിക്കൊരു അച്ചായൻ ഭയങ്കര പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെയാ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂർ അടിക്കാൻ പോവും ഗുണം പിടിക്കാത്ത കുറെ ജാതികളുമായിട്ട്. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ വന്ന് ഞങ്ങളെ ഉപദേശിക്കുക. ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒന്നും ഉപദേശിക്കണ്ട, ഉപദേശിക്കാനായിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ലോകത്തിൽ ഈ ടൂർ അടിക്കാൻ പോയി എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം. സ്ഥലങ്ങൾ കാണാൻ പോവുക, നീരൊഴുക്ക് കാണാൻ പോവുക. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാൻ പോവാ വയലത്തുള്ളി. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന പുസ്തകങ്ങളിൽ പുതിയാകാശം പുതിയ ഭൂമിയെ കുറിച്ച് ഒരു വർണ്ണന യോഹന്നാൻ അപ്പോസ്തലൻ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വെളിപ്പാട് ഞാൻ വേണമെങ്കിൽ അത് ഭാഗം എടുത്തൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. അത് വായിച്ചു കേൾക്കുന്നത് നല്ലത്. പുസ്തകം വായിക്കാത്തവര് ഇതൊക്കെ ഒന്ന് വായിച്ചെങ്കിലും കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഞാനങ്ങ് വായിക്കാം, അപ്പൊ തെറ്റാതെ വായിക്കാം, പെട്ടെന്ന് വായിച്ചു വെക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ, അവൻ എന്നെ ആത്മാവിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസേനയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് എനിക്ക് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വലിയേറിയ രത്നത്തിന് തുല്യമായ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിന്മേൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും. പഴയ നിയമത്തിലെ ഗോത്രങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ കുത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണേ. ഗോത്രപിതാക്കന്മാരെക്കാളും വലുതാണവര്. ഗോത്രപിതാക്കന്മാരെക്കാളും വലുതാണവര്. അതറിയണമെങ്കിൽ എഫേസ്യ ലേഖനം 3 എടുത്തല്ലേ, 3-ാം അധ്യായം എടുത്താട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം എടുത്താട്ടെ. 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് വായിക്കാം. 1 മുതൽ പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ ഗീത ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പുതിയ നിയമസഭയുടെ വെളിപ്പാട്, സഭയെ കുറിച്ചുള്ള വിവരങ്ങള് ആർക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്കാർക്കും അറിവായി വന്നിരുന്നില്ല. പുതിയ നിയമസഭയെ കുറിച്ചുള്ള വെളിപ്പാട് മോശയ്ക്ക് കിട്ടിയില്ല, അബ്രഹാമിന് കിട്ടിയില്ല, ദാവീദിന് കിട്ടിയില്ല, സോളമന് കിട്ടിയില്ല, യോസേഫിന് കിട്ടിയില്ല, ദൈവത്തോടു കൂടെ നടന്ന നോഹയ്ക്ക് കിട്ടിയില്ല, ഭക്തനായ ജോബിന് കിട്ടിയില്ല. ഓ, എന്താ ദൈവമക്കളെ ഇത്! എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ പട്ടിക പറയുന്നുണ്ട്. ആബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയുന്ന ഭക്തന്മാരെ പറയുന്നുണ്ട്. അവർക്ക് ആർക്കും ഈ പുതിയ നിയമസഭയെ കുറിച്ചുള്ള വെളിപ്പാട് കർത്താവ് കൊടുത്തില്ല. പലസ്തീൻ നാട്ടിലെ ചാള പിടിച്ച് നടന്ന ആദ്യം അപ്പോസ്തലന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, വൻമരമായ പൗലൂസിനും ഈ മർമ്മം വെളിപ്പെടുത്തി.
കർത്താവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. മറ്റാർക്കും ഇത് കിട്ടിയില്ല. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നത്. 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് അവിടെ കൊത്തിയിട്ടുണ്ട്. എന്നാൽ 14-ാം വാക്യത്തിൽ 21-ന്റെ 14 വരുമ്പോൾ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും ഉണ്ട്. അപ്പോസ്തലന്മാരുടെ പേര് അങ്ങനെ തന്നെ കൊത്തി വെച്ചിരിക്കാം. മറ്റത് ഗോത്രങ്ങളുടെ പേരേ ഉള്ളൂ. ഇത് ചിന്തിച്ചേ. അപ്പൊ ആരാ ഇവിടെ പ്രാധാന്യമുള്ളത്? പ്രാധാന്യമുള്ള വ്യക്തികൾ ആരാ പുതിയ നിയമസഭയിൽ? പറ. അപ്പോസ്തലന്മാർ. അവരെ എടുത്ത് തോട്ടിക്കളഞ്ഞേക്കുന്നത്, അവരുടെ ഉപദേശം എടുത്ത് തോട്ടിക്കളഞ്ഞേക്കുന്നത്. എന്റെ പ്രസംഗത്തിന്റെ കുറുവാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു. കർത്താവിന്റെ വരവ് വരെയും ഈ ഭൂമിയിൽ പുതിയ നിയമസഭ എന്നൊരു സഭ ഉടലെടുക്കുന്നെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി തന്നെയാകണം. യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അവർ കർത്താവിന്റെ സഭയല്ല, വേറെ ഏതൊക്കെയോ സഭകളാണ്. എത്ര സഭയുണ്ട് സഹോദര? അയ്യങ്കാളി സഭ, പുലിയർ മഹാസഭ, നിയമസഭ, ആ സഭ, ഈ സഭ, കൂട്ടത്തിൽ നമ്മുടെ പെന്തക്കോസ്ത് സഭ. ഒരേ വല്ല ഗുണമുണ്ടോ? എവിടെ ചെന്ന് നോക്കിയാലും എല്ലാവരും പറയുന്നു പെന്തക്കോസ്ത് സമൂഹം ജീർണിച്ചു പോയി, പെന്തക്കോസ്ത് സമൂഹം അധപ്പതിച്ചു പോയി, പെന്തക്കോസ്ത് സമൂഹം ചീഞ്ഞു മാറുന്നു, പെന്തക്കോസ്ത് സമൂഹം ഒരു ഗുണമില്ലാത്തതായി മാറി. 1, 2, 3, 4-ാം തലമുറയാ പെന്തക്കോസ്ത്. 1-ാം തലമുറ, 2-ാം തലമുറ ക്രിസ്തു ദർശനത്തിൽ ജീവിച്ചവരായിരുന്നു. 3-ാം തലമുറ വന്നപ്പോൾ താഴേക്ക് പോയി. 4-ാം തലമുറ വന്നപ്പോൾ കീഴേക്ക് പോയി, ഏറ്റവും താഴേക്ക് പോയി. ഇപ്പൊ വെറും പ്രഹസനം മാത്രമേ ഉള്ളൂ. സഭായോഗം ഒരു കടമ, പ്രാർത്ഥന ഒരു കടമ, ഉപവാസ പ്രാർത്ഥന ഒരു കടമ, കൺവെൻഷൻ ഒരു കടമ, കോട്ടയം മീറ്റ് ഒരു കടമ, എല്ലാം കടമകൾ നിറവേറ്റുക. യാഥാർത്ഥ്യങ്ങൾക്ക് ആദരാജ്ഞലി. ഭാഷ ഇച്ചിരി കട്ടിയാണ് കേട്ടോ, ക്ഷമിച്ചോണം. യാഥാർത്ഥ്യങ്ങൾക്ക് ആദരാജ്ഞലി. മനസ്സിലായല്ലോ? ഹല്ലേലൂയ, സ്തോത്രം. ഭാവേ നന്ദിയോടെ